ഇതുപോലെ നമ്മൾ പേൾസ് 3 തരത്തിൽ വലിപ്പത്തിലുള്ള പേൾസ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയത്, പിന്നെ കുറച്ച് ചെറിയത്, പിന്നെ തീരെ ചെറിയ പേൾസ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് സർദോസിയാണ്. നമുക്ക് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ വേണ്ടത് നോർമൽ ത്രെഡും നീഡിലും ആണ് കേട്ടോ. നമ്മൾ തയ്ച്ചെടുത്ത കുർത്തിയിലാണ് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതുപോലെ നെക്കിന് ചുറ്റുമായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ 2 ഡോട്ട് വന്നിട്ടില്ലേ, 2 ഡോട്ടിൻ്റെ മിഡിലായിട്ട് വരണ രീതിയിൽ ഇവിടെ ആയിട്ട് വേണം അടുത്ത ഡോട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അടുത്ത ഫ്ലവേഴ്സ് ഇവിടെ ആയിട്ടാണ് വരണത്. ഇനി ആദ്യം നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു പേളാണ്. ഏറ്റവും വലിയ പേളാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റുമായിട്ടാണ് സർദോസി വെച്ചിട്ടുള്ള പെറ്റൽസ് ചെയ്തെടുക്കുന്നത്. ഈ സർദോസി ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. പെറ്റൽസ് നമുക്ക് നീളം കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നാൽ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ ഈ സർദോസി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കോർത്തെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരുപാട് വലിക്കരുത് കേട്ടോ. വലിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ് പോലെ നീണ്ടു വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിക്കാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതേ രീതിയിൽ നമുക്ക് 3 പെറ്റൽസ് സൈഡിലായിട്ട് ചെയ്തെടുക്കാം. ഓരോ പെറ്റൽ കഴിയുമ്പോഴും ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ തൊട്ടടുത്ത് വെക്കുന്ന പേള് കുറച്ച് വലിപ്പം കുറഞ്ഞ പേളാണ് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റുമാണ് നമ്മൾ തീരെ ചെറിയ പേള് വെച്ചിട്ടാണ് ഫ്ലവർ പോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ സർദോസി അല്ല വെക്കണത്. അങ്ങനെ ഓരോന്ന് ഇടവിട്ടാണ് നമ്മൾ ചെയ്തു പോണത് കേട്ടോ. താഴത്തെ സ്റ്റെപ്പിലും അങ്ങനെ തന്നെയാണ് ചെയ്തു പോണത്. താഴത്തെ ലൈനിലും അങ്ങനെ തന്നെ നമ്മൾ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തു പോണത്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഒരു ഫ്ലവർ സർദോസി വെച്ചിട്ടുള്ളതാണ്, ഒരെണ്ണം പേള് മാത്രം വെച്ചിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ അതേ രീതിയിൽ താഴത്തെ സ്റ്റെപ്പും കൂടി ചെയ്തെടുക്കുക. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്